ആനിവേഴ്സറി. ഇതാരപ്പാ? രതി നിർവേദത്തിലെ രതി ചേച്ചിയോ? അതോ കരീന കപൂർ ആയിട്ടാണോ തോന്നുന്നേ? ഓഹോ, കരീന കപൂർ. ഇടി കേരളത്തിലെ പിള്ളേർക്ക് ഇന്നും ഹരം ജയഭാരതി ചേച്ചി തന്നെ ആണോ? ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത്? ചേച്ചി. ഹലോ ഹലോ, ഏയ് കാലത്തെ സൂചിച്ചിരിക്കാതെ പോയി ചായ എടുക്കടി, എനിക്ക് കക്കൂസി പോണം. കക്കൂസി പോണം. ഇങ്ങനെ അൺറൊമാൻറ്റിക്. ഹലോ മാഡം, ഞാൻ റൊമാൻറ്റിക് ആണോന്ന് നീ ഇന്നലെ കണ്ടല്ലേ? മാത്രമല്ല സമയം 6:30 ആയതേ ഉള്ളൂ. മനസ്സ് വെച്ചാ ഒരു 2020 സ്കോപ്പ് ഇനിയുണ്ട്. 2020 ജീവിതം തെണ്ടി തെണ്ടി ആവുന്നതിന് മുൻപ് മോൻ കുളിച്ച് ജോലിക്ക് പോവാൻ നോക്ക്. ഏറ്റില്ല. ആൽബി, എന്റെ പാസ്പോർട്ട് റിന്യൂ എന്റെ തന്നിട്ട് എത്ര ദിവസമായി? ഇന്നെങ്കിലും അത് കൊടുക്കണേ. ആ
നമ്മുടെ മുംതാസ് വീണ്ടും പ്രസവിച്ചു. കൊച്ചിനെ കാണാൻ ഒരു ഗോൾഡ് റിംഗും വാങ്ങി നമുക്ക് പോകേണ്ടതാ. രൂപ 3000 പൊട്ടും. നിന്റെ മുംതാസ് ഇതും കൂടി ചേർത്ത് എത്രാമത്തെ തവണയാ? ഛീ, ഒന്നുകിൽ അവളോട് ഇത് നിർത്താൻ പറയണം, അല്ലെങ്കിൽ അവളുടെ ഗൾഫിലുള്ള കെട്ടിയവനോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയണം. ഓരോരുത്തന്മാർക്ക് ഇതൊരു തൊഴിലാ, കാശ് പോകുന്ന മറ്റുള്ളവരുടെ. യോ ലൈവിന് ടൈമായി. ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഉള്ളതാ. വേം വിട് പോ പോ പോ. അതെ, വാലന്റൈൻസ് ഡേക്ക് പറയാനായിട്ട് എന്തെങ്കിലും കുറച്ച് സ്പെഷ്യൽ സെന്റൻസ് പറഞ്ഞു തരുമോ? അയ്യോ, നേരത്തെ നീയല്ലേ പറഞ്ഞ ഞാൻ റൊമാൻറ്റിക് അല്ലെന്ന്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ശരിയാവില്ല. ഓ, ചേച്ചി എന്താ? ഞാൻ ആലോചിക്കട്ടെ. ലൈവിന് മുമ്പ് നിന്റെ മൊബൈൽ ചെക്ക് ചെയ്യേ. ശരിക്കും? I know you will do it. Thank you. Bye bye. എന്നതാണ് ആൽവി, നിന്റെ കമ്പനിയിൽ പുതിയ കാറ് ബുക്ക് ചെയ്തിട്ട് മാസം 3 ആയി. ഇപ്പൊ ഉടനെ എല്ലാം കിട്ടുമോ? റോയ്, മറ്റൊരു കാര്യം സീരിയസ് ആണ്. ഞാൻ കോള് കോൺഫറൻസ് ചെയ്യാണ്. അളിയെ പറയാ, കോൾ കോൺഫറൻസിങ്. ഈ മദ്യനിരോധന പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഗംഭീരാക്കണം. മാത്രമല്ല മുഴുവൻ ചെറുപ്പക്കാരെ ഇതിനകത്ത് കൊണ്ടുവരണം. അതായിരിക്കും നമ്മുടെ പരിപാടി. മനസ്സിലായില്ലേ? ആ ഇതോട് ഇതവിടെ കൊണ്ടുപിടിച്ചേക്ക്. അവിടെ കേട്ടാ. ആ എന്താടാ അൽബി? പിന്നെ നിങ്ങളെ എല്ലാരെയും വിളിച്ചത് ഒരു കാര്യം പറയാനാ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളെ കണ്ടു. ആരെ? നിമ്മിയെ. എടാ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്നെ അവള് കണ്ടില്ലടാ. കണ്ടാലും കണ്ടില്ലെന്നവൾ നടിക്കും. പിന്നല്ലാതെ, ഒരു കാലത്ത് കോളേജിലെ ദ മോസ്റ്റ് എൻവിഡ് ലവേഴ്സ്. കോളേജിലെ ലാസ്റ്റ് ഡേയും കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴേ നിന്റെ കാര്യം വീട്ടിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാ അവള് പോയത്. കാത്തിരുന്ന് നിനക്ക് കിട്ടിയതോ അവളുടെ കല്യാണ കത്തും. ആൽബി, ഡു യു സ്റ്റിൽ ലവ് ഹർ? ജീവിതത്തിൽ ആദ്യം എന്ന വാക്കിന് വല്ലാത്തൊരു അനുഭവമാണുള്ളത്. ചിലർക്കത് സന്തോഷമായിരിക്കും. കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായി ഇഷ്ടം തോന്നുന്നൊരു മുഖം കാണും. അങ്ങനെ ഒരു മുഖം മനസ്സിൽ ഒന്നേ കാണും. ഇനി എത്ര മുഖങ്ങൾ കണ്ടു മറന്നാലും. ഒരിക്കലും മറക്കാനാവാത്തതായിരുന്നു അവളും എൻ്റെ ആദ്യ പ്രണയവും. കുറെ നാളായി അളിയൻ അവളെ വായി നോക്കി നടക്കുന്നു. സത്യം പറയലിയ, നിനക്കവളെ വളയ്ക്കണോ? പക്ഷേ അവളെന്നെ നോക്കണ്ടേ? അതിനെ നീ അവിടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ നേരെ നോക്കണം. അല്ലാതെ അവിടെ കുളിസിയും കാണുന്ന പോലെ ഒളിഞ്ഞും പാത്തും നോക്കിയ കാര്യം നടക്കില്ല കൂട്ടുകാരെ. എന്നാ ഒരു ഐഡിയ പറഞ്ഞാ. ഐഡിയ അല്ലേ? ഞാൻ പറഞ്ഞു പറഞ്ഞു. അത് കൊള്ളാം. അത്രേ ഉള്ളൂ. അപ്പൊ കാര്യമൊക്കെ സത്യം. ഓ,
ദൈവമേ. എന്താ ഇവനെന്താ ഒന്നും മിണ്ടാത്തത്? ഇനി ഊമയാന്ന് കരുതി പിച്ചു കൊടുക്കായിരുന്നു മതിയായിരുന്നു അവള്. എന്തു പറ്റി? വെള്ളം വേണോ? ഇനി അവളുടെ ചോറ് മേടിച്ച് കഴിക്കുമോ തെണ്ടി? ആൽബി എന്നല്ലേ പേര്? കോളേജിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കൊറേ നേരമായിട്ട് ഇവിടെ നിൽക്കാം. ഒരു ബസ്സും വന്നില്ല. വിരോധമില്ലെങ്കിൽ ആൽബിക്ക് ഒരു ലിഫ്റ്റ് തരാൻ. കണ്ടോ, ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ വലിച്ചു. അവൾ അവന്റെ ബൈക്കിൽ കയറി പോവാൻ പോവാ. അമ്മുമ്മേ, ഇതെന്റെ ഫ്രണ്ട് ആൽബി. അമ്മുമ്മ ആൽബി എവിടെ വേണമെങ്കിലും കൊണ്ടുവിടും കേട്ടോ അമ്മുമ്മേ. ആൽബി, ആക്ച്വലി ഞാൻ ഇതിലെ വന്നപ്പോ ബസ് കിട്ടാതെ ഈ അമ്മൂമ്മ ഇവിടെ തളർന്നിരിക്കായിരുന്നു. പ്രായം ചെന്നവരെ എങ്ങനെ സഹായിക്കണം എന്നാ പപ്പ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ശരിയല്ലേ ആൽബി? വളരെ ശരിയാ. സൂക്ഷിച്ചിരിക്കണേ. എടാ, അവൻ ആളും മിടുക്കന. അവളെ മാത്രമല്ല അവളുടെ അമ്മൂമ്മയെ വളച്ചു. ആൽബി, ഇതൊന്നും ഇവിടെ വെച്ചോട്ടെ. ഓ. എന്നാ പോയിട്ട് വാട്ടോ. See you, ആൽബി. ബൈ. അമ്മുമ്മേ, ബൈ. കാണാട്ടോ. ആൽബി, ഇനി മുതൽ എന്നെ കാണുമ്പോ മറിഞ്ഞു നിൽക്കണ്ട. യു ആർ സോ ഗുഡ്. ഐ ലൈക്ക് യു. டேய் முருகேஷ், என்ன பிரச்சனை? ഉനക്കൊന്നും தெரியாதா? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റെല്ലയില്ലേ, അവളെ ഇന്നലെ ബാക്ക് യാർഡിൽ വെച്ച് ഏതോ സ്ട്രേഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്തു. കേസ് മറ്റേതാ, റേപ്പ്. എന്നിട്ട് അവന്മാരെ കിട്ടിയോ? ഇല്ല, കോയമ്പത്തൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അവനിന്ന് കോളേജ് സ്ട്രൈക്കാ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ വന്നേക്കാം. എന്നാലും എന്റെ അളിയ, ഇത് കുറച്ച് കഷ്ടമായിപ്പോയി. എടാ, അവനോട് പോയി ആൽബി. നാളെ കോളേജിൽ ലാസ്റ്റ് ഡേറ്റ് അല്ലേ? അവനാ പെണ്ണുമായിട്ട് അവിടെ എങ്ങനെ പൈങ്കിലും പറഞ്ഞിരിപ്പുണ്ടാവും. മറിഞ്ഞിരുന്ന് കണ്ടപ്പോ നേരിട്ട് നോക്കാൻ പറഞ്ഞു. നേരിട്ട് കണ്ടപ്പോ മനസ്സ് പ്രണയിക്കാൻ പറഞ്ഞു. എന്നിട്ടിപ്പോ വീണ്ടും മറയല്ലേ താൻ. വീട്ടിലെത്തിയാ നമ്മുടെ കാര്യം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. പെണ്ണിന്റെ ആസ്തി നോക്കി പ്രേമിക്കുന്ന ഈ കാലത്താണ് താൻ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ സസ്പെൻസ് ആക്കി വെക്കുന്നത്. എന്റെ പപ്പയ്ക്കും മമ്മയ്ക്കും അപ്പുറമുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ആര്? ഒരു ദിവസം ഞാൻ ആളെയും കൂട്ടി ആൽബിയെ കാണാൻ വരും. അപ്പ അറിഞ്ഞാ മതി ആരാണെന്ന്. ഓക്കെ. ചേട്ടാ, എരൂര് വരെ പോണം. തീരദേശത്ത് കാറ്റിന്റെ സ്ഥിതിഗതികൾ പരിശോധിച്ച് സാധ്യതകൾ മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം കവർച്ച. ഞാനൊന്ന് തൃശ്ശൂർ വരെ പോവാ. ഹെഡ് ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. തിരുവാങ്കുളം സ്വദേശിയായ ടാക്സി ഡ്രൈവർ ശ്യാമിനെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സിൽ സ്വർണം ഒന്നും നേടാതെ ഇന്ത്യ മടങ്ങി. ഇന്ത്യ ഒരു സ്വർണം എടുക്കുന്ന കണ്ടിട്ട് ചത്താ മതിയായിരുന്നു. കുടിക്കേ, ഇവനൊക്കെ തോറ്റിട്ട് വരുമ്പോ ജ്വല്ലറിന്ന് സ്വർണം വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാ സ്വർണത്തിനും വില കൂടിയേ. എന്നിട്ടാ ഇപ്പൊ ചെയ്യുക. കാശ് 22,460 രൂപയാണ് ഇപ്പോൾ ഒരു പവനില്ല. കഴിഞ്ഞ 6 മാസത്തിനിടെ 8ാം തവണയാണ് ഡാം പണിയുന്നതുമായി തമിഴ്നാട് ഗവൺമെന്റ് ചർച്ചയാണെന്ന് സംസ്ഥാന ജലസേചന മന്ത്രി പാലക്കാട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കൃഷി നശിച്ച കർഷകർക്ക് എന്തിട്ടായി നോക്കണേ? അല്ല, ഇന്നലെ രാത്രി എന്റെ സ്കൂട്ടർ ഇവിടെ വെച്ചിരുന്നു. ഇപ്പൊ കാണാനില്ല. നല്ല കാര്യായി.
വീട്ടിൽ കയറി മോഷ്ടിക്കണ കാല പിന്നല്ലേ. അല്ല രാത്രി എന്താ ഇവിടെ സ്കൂട്ടർ വെച്ചേ? അത് ഇന്നലെ ഒരു അത്യാവശ്യത്തിന്. ആ, ഹൈ, ഗഡികൾ എത്തിയല്ലോ. ഇനി കാര്യം അങ്ങോട്ട് പറഞ്ഞു. നമസ്കാരമുണ്ട് സാറേ. ഈ ഗഡീന്റെ സ്കൂട്ടർ കാണാനില്ല. അക്ക അന്നല്ലേ ഇടപെടാ. ഇപ്പൊ ഇവിടെ നിന്നിരുന്നു. ഓ വന്നോ? ഇന്ന് എന്റെ തനി സ്വഭാവം ആൽബി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. എടി, എവിടെയായിരുന്നു? എന്നോട് ലേറ്റ് ആവുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലേ. അതിന് ഇത്ര നാളെ ഫോണിൽ വിളിച്ചോണ്ടിരുന്ന. അല്ല ലേറ്റ് ആയപ്പോ ഞാൻ വിളിച്ചതാ. വർക്കിന്റെ ആവശ്യമായിട്ട് തൃശ്ശൂർ വരെ പോകേണ്ടി വന്നു. അതെ, വർക്ക്. അല്ലെങ്കിലും ഭാര്യമാരെ വിളിച്ച ഭർത്താക്കന്മാർക്ക് എടുക്കാൻ വലിയ പ്രയാസവാ. ഇത് വല്ല സെറ്റപ്പും ആയിരുന്നിരിക്കണം വിളിക്കുന്നത്. ആ നിമിഷം ചാടിക്കേറി ഫോൺ എടുക്കും. ഞാൻ ചത്തനെ. എന്ത് തന്നെയാ ദാ ഇങ്ങനെ മദ്യപിച്ചോണ്ട് വണ്ടി ഓടിക്കരുത്. പോ. വരും കാലത്ത് തന്നെ ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ആൽബി, യുവർ പെൻ. ഓ താങ്ക്സ്. ഹേയ്, ഓ ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ് ആൽബി. ആൽബി, നമ്മുടെ സൺഡേ റിസോർട്സിന്റെ മുതലാളി ഉണ്ടല്ലോ, മാത്തൻ. പുള്ളിക്കാരനെ നമ്മുടെ പുതിയ കാർ ഒന്ന് കാണിക്കണം. ഏക്കും പോക്കും തിരിയാത്ത ആളാ. 50 ലക്ഷത്തിന്റെ വണ്ടി കണ്ടാലും ആദ്യം ചോദിക്കുന്നത് ലിറ്ററിന് എത്ര കിട്ടുമെന്നാ. ആ, പിന്നൊരു കാര്യം, 2 ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ പുതിയ ഇവാലിയുടെ ബുക്കിംഗ് 500 തികഞ്ഞതിന്റെ പേരിൽ കമ്പനി ഒരു ഉഗ്രൻ പാർട്ടി നടത്തുന്നുണ്ട്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. അതിലും ഗ്രേറ്റ് മറ്റൊന്നാ, ഈ വർഷത്തെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ അവാർഡ് ആൽബിക്കാ. ഓ താങ്ക് യു മാം. കൺഗ്രാറ്റുലേഷൻസ്. ആ ആൽബി, പാർട്ടിയിൽ നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. എന്റെ അമ്മേ, എന്തൊരു ഡിക്കിയാ. എന്താ സാർ? അല്ല, ഈ വണ്ടിയുടെ ഡിക്കിയുള്ള വണ്ടിയുടെ വില എന്നറിയാനാ. ഓ അത് ശരി. വിനോദ് സാർ കം. ആ സാറിന് ഡിക്കിയുള്ള വണ്ടി ഒന്ന് കാണിച്ചു. വരണം സാർ, വരണം. എന്താ ആൽബി, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഒന്നുമില്ല. ആ കാര്യം. ആ ഓക്കെ. ഹലോ, മാത്തൻ സാറല്ലേ? ആ സാർ, ഞാൻ ആൽബിയാണ്. പുതിയ വണ്ടി കാണണമെന്ന് സാർ പറഞ്ഞിരുന്നില്ലേ? ഞാനതും കൊണ്ട് വരുന്നുണ്ട് സാർ. ഓക്കെ സാർ, ഐ ജസ്റ്റ് ബി ദേ 5 minutes. ഓക്കെ. ഡേയ് ഇങ്ങ വാ. നീയേ കുളിക്കത്തില്ല, ഈ വണ്ടി എങ്ങനൊന്ന് കഴുകിക്കൂടെ? ഇനി കഴിക്കോളാം സാറേ. ഓ സർവീസ് സെന്ററിലാ. ഞാൻ നമ്മുടെ കാർ പിക്ക് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ എത്തും. ഓക്കെ, ബൈ. മാഡം, കാറ് മാറിപ്പോയി. നമ്മുടെ കാറ് ദേഹ കിടക്കുന്നതാ. ഓക്കെ, ഞാൻ അറിയാതെ. ഇറ്റ്സ് ഓക്കെ. നിമി, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് ഡ്രൈവറോട് പുറകെ വരാൻ പറഞ്ഞാൽ മതി.
വിക്ടർ ഈ കാറിന് പുറകെ വന്നാ മതി. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് കൊച്ചിൻ. ഈ വാലന്റൈൻസ് ഡേയിൽ എല്ലാ കാമുകന്മാർക്കും എന്റെ വാലന്റൈൻസ് ഡേ വിഷസ്. ജീവിതത്തിൽ പ്രണയിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. പ്രണയം എന്ന ഈ സ്വീറ്റ് ഫീലിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അരികത്തുണ്ടായിട്ടും എന്നോടൊരു വാക്കും മിണ്ടാതെ നീ എവിടെ പറന്നകന്നു. ഇന്ന് അതേ കാറ്റ് എന്നെ തൊട്ടുരുമി അകലുമ്പോൾ ഞാൻ കാണുന്നു അയ്യെത്തും ദൂരത്ത് ആ പഴയ മുഖം. ഇവിടെ നിർത്തിയാ മതി. നിമി, തിരക്കില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പ്ലീസ്. എക്സ്ക്യൂസ് മീ സർ, വാലന്റൈൻസ് ഡേക്ക് ഞങ്ങളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ സാറും മാഡം പങ്കെടുക്കണം. നോ താങ്ക്സ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിമ്മി എന്തിനാ ഷോറൂമിൽ വന്നത്? ഞങ്ങളുടെ കാറ് സർവീസ് ചെയ്യാൻ കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വേണ്ടി വന്നതാ. ഫാമിലി? വിഷ്ണു, ഐ നോ. ആ കല്യാണക്കത്ത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യു ബോത്ത് ലുക്ക് വെരി ഗുഡ് ടുഗെദർ. എന്റെയും കല്യാണം കഴിഞ്ഞു, 1 വർഷമായി. ആൻ, അതാ കക്ഷിയുടെ പേര്. പ്രണയിക്കുക ഒരു ഭാഗ്യം, പ്രണയിക്കുന്നവരെ തന്നെ വിവാഹം കഴിക്കുക അതിലും വലിയ ഭാഗ്യം. കോളേജിലെ ലാസ്റ്റ് ഡേയും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആദ്യം അമ്മച്ചിയോട് പറഞ്ഞ തന്നെക്കുറിച്ച്. പക്ഷേ ഇതാണ് എൻ്റെ പെണ്ണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ അന്ന് താനില്ലായിരുന്നു. കുറേ നാൾ തൻ്റെ നമ്പറിൽ ട്രൈ ചെയ്തു. അപ്പോൾ തോന്നിയ വിഷമവും സങ്കടമൊക്കെ മാറിയത് അന്ന് പോസ്റ്റിൽ കിട്ടിയ ഒരു പ്രസന്റ് കണ്ടിട്ടാ, തൻ്റെ കല്യാണക്കത്ത്. എന്നോട് ആൽബിക്ക് വെറുപ്പില്ലേ? ഹിന്ദി സിനിമയിലേതുപോലെ പഴയ കാമുകയെ വീണ്ടും കാണുമ്പോൾ പറയുന്ന ക്ലീഷേഡ് ഡയലോഗ്. എനിക്ക് വേണമെങ്കിൽ അത് പറയാം. വൈ ലീവ് ഇറ്റ്. ഹസ്ബൻഡാണല്ലേ. പഴയ കാമുകനുമൊത്ത് ഇതുപോലൊരു ക്യാപ്പിച്ചിനോയും കുടിച്ചിരിക്കുമ്പോൾ ഏതൊരു ഭാര്യയുടെ മുഖം പതറിപ്പോകുന്നത് ഇതുപോലുള്ള കോൾ വരുമ്പോഴാണ്. എടുക്ക്. ഹലോ, ഹായ്, ഓവർ. ഉടനെ എത്തും. ശരി, ഓക്കെ. മിസ് യു ടു. തൻ്റെ മുഖത്തെ റിയാക്ഷൻ കണ്ടാൽ തോന്നും ഞാൻ തൻ്റെ കെട്ടിയോനും അയാൾ തൻ്റെ കാമുകനുമാണെന്ന്. യു കാൻ ചേഞ്ച്. ഇറ്റ്സ് ലേറ്റ്. ഒരു ക്ലയന്റിനെ കാണാനുള്ളതാ, ഞാൻ പോട്ടെ. ഒന്നുകിൽ ഇവിടുത്തെ ഡസ്റ്റ്ബിനിലിടാം, അല്ലെങ്കിൽ ഒരു പഴയ ഫ്രണ്ടിൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാം. ബൈ. जाना सनम प्यार होता है
तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम अब यहाँ से കഴിച്ചു. ആൻ, ഈ ലോകത്തിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് സൈലൻസ് എന്താണെന്നറിയാമോ? ആ ഇങ്ങനെ ചുണ്ടോട് ചുണ്ട് ചേർക്കുമ്പോഴുള്ള നിശബ്ദത. കുടിച്ചല്ലേ? അല്ലെങ്കിലും ഇങ്ങനെ കുടിക്കുമ്പോഴാണല്ലോ പത്മരാജൻ ഡയലോഗ് എല്ലാം വരുന്നത്. അതോ എടാ കള്ള ജയകൃഷ്ണ, നിന്റെ ഉള്ളില് വല്ല ക്ലാരം കേറി കുടിയോടാ. ആ പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? ഈ വർഷത്തെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണെന്നറിയാമോ? ആർക്കാ? ദി ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡ് goes to Anne's husband. വെൽക്കം ഫ്രണ്ട്സ്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രീമിയം കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. And now I'm proud to announce that the best employee of the year award goes to our one and only Albi. I now call upon Albi. Please come over. So it's time now to rock the party. ഹലോ. ആൽബി, ഞാനാ. ഹായ് നിമ്മി, ഹൗ ആർ യു? എനിക്ക് നിന്നെ അർജന്റായി കാണണം. ഇപ്പൊ നിനക്കൊന്ന് വരാമോ? നീ എവിടെയാ? ഏരൂരിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. കാണാതായപ്പോ ഞാൻ വിചാരിച്ചു. സോറി, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എന്താ കാണുമെന്ന് പറഞ്ഞു? നമ്പർ എഴുതിയ ടിഷ്യൂ ഡസ്റ്റ്ബിന്നിൽ ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് പഴയ സുഹൃത്തിനെ ഹെൽപ്പിന് വിളിക്കാന്ന് കരുതി. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? ഹലോ, കയറുന്നുണ്ടോ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്തു പറ്റി ഈ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക്? വിഷ്ണു 1 മണിക്കൂർ മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഞാനിതിന് ഉത്തരം പറഞ്ഞേനെ. ബട്ട് ഇനി മുതൽ അതെനിക്കൊരു അൺനോൺ ടോപ്പിക്കാണ്. ഒരുപാട് ഇഷ്ടമാണ് വിഷ്ണുവേട്ടൻ എന്നെ. പക്ഷേ ഞാൻ കണ്ട വിഷ്ണുവേട്ടൻ്റെ ഉള്ളിൽ ആരും കാണാത്ത മറ്റൊരു വിഷ്ണുവേട്ടനുണ്ടായിരുന്നു. വിഷ്ണു, ഒരു ഉഗ്രം വണ്ടി ഒന്ന് ചാടിയിട്ടുണ്ട്. ഔഡി A6. ഓ, ഒരു ഡോക്ടറിൻ്റെതാ. വെറും 8000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. എന്താ നോക്കുന്നോ? നോ മാൻ, സെക്കൻഡ് ഹാൻഡ് എന്ന് കേൾക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. യു നോ വൈ? ആരും ഉപയോഗിച്ചതും ഞാൻ ഉപയോഗിച്ചത് ആരെങ്കിലും ഉപയോഗിക്കുന്നതും എനിക്കിഷ്ടമല്ല. അതിപ്പോ കാറായാലും ഇതാ എൻ്റെ പെണ്ണായാലും. ഹലോ, ആടാ പറയേ. സീരിയസ്ലി? അപ്പൊ നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് തരാം. എന്താടാ? എടാ, ഒരു ഭയങ്കര ഹാപ്പി ന്യൂസ് ഉണ്ട്. നിമ്മി ഈസ് പ്രഗ്നന്റ്. ഗ്രേറ്റ് ഡൂഡ്. അല്ല, ഇത്രയും കാലം നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നത് നിന്റെ പ്രോബ്ലം കൊണ്ടാണെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ടും നിമ്മി പ്രഗ്നന്റ് ആയല്ലോ. മിറാക്കിൾ തന്നെ. ബോഡി ഈസ് ഗ്രേറ്റ്. ഹലോ, അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. ഇതെന്ത് പറ്റി? വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഏയ് സോറി. അന്ന് മുതൽ വിഷ്ണുവേട്ടൻ മറ്റൊരാളായി മാറുകയായിരുന്നു.
മനസ്സിൽ സംശയത്തിന്റെ കെട്ടുകഥകളും ചിന്തകളും മാത്രമായി ജീവിക്കുന്ന മറ്റൊരാൾ. നിമി, ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. എന്താ വിഷ്ണുവേട്ടാ? ഹേയ്, നത്തിങ്. കുഞ്ഞെ, സാരില്ലാത്ത നേരം നോക്കി ഇവിടെ ഏതെങ്കിലും ആണുങ്ങൾ വരുന്നുണ്ടോന്ന് നോക്കാൻ ആ സെക്യൂരിറ്റിയോട് പറയുന്നത് കേട്ടു. ഇത് പുറത്തു പറയാതിരിക്കാൻ അങ്ങേർക്ക് കുറെ കാശും കൊടുത്തു. എന്നാൽ ഇന്ന് വയറ് നിറഞ്ഞു. സസ്പെൻസ് കള വിഷ്ണുവേട്ടാ. എന്തിനായിരുന്നു ട്രീറ്റ്? പറയാം. നിമിയ ഡാഷ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യും. അതിനുള്ളിലൊരു വൈറ്റ് കവറുണ്ട്, അതെടുക്ക്. എന്താ അത്? നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും അന്ന് നമ്മൾ ട്രീറ്റ് നൽകി. നമ്മൾ ഒന്നായതിൻ്റെ ട്രീറ്റ്. ഇന്ന് നമ്മൾ പിരിയുന്നതും അതുപോലൊരു ട്രീറ്റിലൂടെ ആവാമെന്ന് കരുതി. നൗ ഇറ്റ്സ് 8:30. 10:30 ഫ്ലൈറ്റിൽ ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ്. ദാറ്റ് മീൻസ് ടുഡേ ഈസ് അവർ ലാസ്റ്റ് ഡേ. ഇനി മുതൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടും ഫ്ലാറ്റും കാറും ഒന്നും നിനക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. പ്ലീസ്. ഇത് ഞാനാ. എനിക്ക് നിന്നെ അർജന്റായി കാണണം. ഇപ്പൊ തോന്നുന്നു തന്നെ വീണ്ടും കാണണ്ടായിരുന്നു. പിരിയാൻ വേണ്ടി ഒന്നായവരാ ഞാനും വിഷ്ണുവേട്ടനും. നമുക്കൊരു വാക്കിന് പോയാലോ? ഇപ്പോഴോ? മഴ തോർന്നിട്ടില്ല. ഈ സമയത്തല്ലേ വാക്കിന് പോണ്ടത്? ചിരിച്ചോ, പക്ഷെ കരഞ്ഞോണ്ട് ചിരിക്കരുത്. അത് ഈ മുഖത്തിന് ചേരുന്നതല്ല. അമ്മയുടെ നാട്ടിലേക്ക് പോകാനാ പ്ലാൻ ഇട്ടത്. പക്ഷെ ഇത് ഒത്തിരി ദൂരെയാ. ഇവിടെ കുറച്ചകലെ എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ഇന്നിനി അവിടെ സ്റ്റേ ചെയ്യാം. എക്സ്ക്യൂസ് മീ, മേപ്പുറത്ത് ജംഗ്ഷനിൽ പോണം. എവിടെ? മേപ്പുറത്ത് ജംഗ്ഷനിൽ. അപ്പൊ ശരി, ബൈ. ഓക്കെ, ബൈ.
കുഴപ്പമില്ല, ഞാൻ വരാം. ആൽബി വേണ്ട, ഞാൻ പോയിക്കോളാം. It's okay. പറയുന്ന കേൾക്ക്. കണ്ണൻ കണ്ണേ പൊന്നൻ പൊന്നേ ദേ ഇവിടെ നിർത്തിയാ മതി. വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഹലോ, നീ എവിടെയാ? ഓക്കെ, ശരി, ബൈ. അവളൊരു കല്യാണത്തിന് ഗുരുവായൂർ പോയിരിക്കുക. ഞാൻ വിളിച്ചിട്ട് വരേണ്ടതായിരുന്നു. ചേട്ടാ, ഇവിടെ അടുത്ത് താമസിക്കാൻ പറ്റിയ ഹോട്ടൽ വല്ലതും ഉണ്ടോ? ഇതൊരു പട്ടിക്കാട് ഏരിയ. ഇവിടെ അടുത്ത് ഒരു ഹോം സ്റ്റേ ഉണ്ട്. ആ, അത് മതി. ഇന്ന് തൽക്കാലം റൂം എടുക്കാം. ആൽബി, ബി പ്രാക്ടിക്കൽ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അതും ഈ നേരത്ത്? ഹലോ ആൻ, ഞാനിന്ന് വരാൻ വൈകും. നീ കടന്നോ? ഞാനിന്ന് തൃശ്ശൂർ വരെ പോവാ. ഹെഡ് ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ആ, ഞാൻ കഴിച്ചോളാം. ഓക്കെ, യു ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ആനിന്റെ അടുത്ത് നുണ പറയണ്ടായിരുന്നു. പിന്നെ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോണം. വാ. വാ. സാറിന് നാളെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ മഴയത്ത് എനിക്ക് പോയിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല. വെയിറ്റിംഗ് ചാർജ് ഒന്നും തരണ്ട. എനിക്കൊരു റൂം വേണം. കപ്പിളാണോ? അതെ. എന്താ പേര്? ആൽബി. ഭക്ഷണം എന്തെങ്കിലും? എനിത്തിങ്. ആ, എനിത്തിങ് ലൈറ്റ്.
ഹലോ ആൽബി എപ്പോൾ എത്തും? അത് ഉടനെ എത്തും. ഞാനൊന്ന് ഓഫാണ് കേട്ടോ. വേഗം വരണേ. ലഞ്ച് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ? ഓക്കെ. കം സൂൺ. ബൈ. യാ ബൈ ബൈ. നിമി എങ്ങനെ പറയണമെന്നറിയില്ല. ബട്ട് ഐ ഹാവ് ടു സേ, നമുക്കിടയിൽ സംഭവിച്ചത് അത് പാടില്ലാത്തതായിരുന്നു നിമി. എന്നോടുള്ള കമ്മിറ്റ്മെന്റ്സ് പോലും ഞാൻ മറന്നു. വാട്ട് എവർ ഇറ്റ് ഇസ് നിമി, ഇത് നമുക്കിടയിൽ തന്നെ നിൽക്കണം പ്ലീസ്. നിമി, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? നിമി, നിമി, സാറേ എനിക്ക് വേറെ ഓട്ടം ഉള്ളതാ. ലേറ്റ് ആവുമെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. സാറേ കാശ് തരാം. ശരി ശരി. ഹലോ, റൂം സർവീസ്, യുവർ കോഫി. ഒന്നും വേണ്ട, താങ്ക്സ്.
ഈ നോക്കണേ? ഇന്നലെ രാത്രി എന്റെ സ്കൂട്ടർ ഇവിടെ വെച്ചിരുന്നു. എവിടെയായിരുന്നു? നിന്നോട് ലേറ്റ് ആവുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലേ. ആൽബിയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? ഒരു പോലീസുകാരൻ. എന്നാ കുളിയുടെ ആൽബി ഇത്? പെണ്ണ് കെട്ടിയിട്ടും കുളിക്കൊരു കുറവില്ല അല്ലടാ. ഞാൻ ആൽബിയെ വെറുതെ ഒന്ന് പറ്റിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങൾ? ഓ, രാവിലെ ഒരു മാരണം, ഒരു മേർഡർ കേസ്. ലേഡിയ കാമുകനൊപ്പം ഹോട്ടലിൽ റൂം എടുത്തു. പെണ്ണിനെ തീർത്തിട്ട് കാമുകം വലിഞ്ഞു. ആ, ഇതാ പറയുന്ന ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. എന്നും പിക്കപ്പെടുന്നവരുടെ സമൂഹം ആണുങ്ങളുടേത്. തച്ചോളി ചന്തുവിന്റെ കയ്യില് ഒരു ആപ്പിൾ ഐഫോണിന്റെ ക്യാമറ ഉണ്ടായിരുന്നെങ്കിലേ ഉണ്ണിയാർച്ചപ്പോ യൂട്യൂബിൽ കിടന്നേനെ. അയ്യോ, എന്റെ ചിക്കൻ കറി കർത്താവേ, കരിഞ്ഞോ എന്തോ. ഡേയ് നീ വന്നേ വാ. ഡേയ് നീ ഇന്നലെ നൈറ്റ് എവിടെയായിരുന്നു? അത് ഇന്നലെ രാത്രി കുറച്ച് നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു. ഓ, അടുത്ത കാലത്തായി അളിന് നൈറ്റ് വർക്ക് ഇച്ചിരി കൂടുതലാ. നീ എന്നടാ കള്ളം പറയാൻ തുടങ്ങിയത്? നീ ഇന്നലെ രാത്രി അടിച്ച് ഫിറ്റായി സ്കൂട്ടർ വഴി വെച്ചിട്ട് പോയി. എന്നിട്ട് രാവിലെ വന്ന് നോക്കുമ്പോ സ്കൂട്ടർ ഇരുന്നിടം കാലി. ഇതല്ലടാ സത്യം? അതെ. എടാ, കുടിച്ച മദ്യവും കെട്ടിയ പെണ്ണും ഒരുപോലെ. ഒന്ന് വാള് വെക്കും, മറ്റേത് വാളെടുക്കും. ഇതൊക്കെ കൊണ്ടല്ല അളിയാ ഞാനിതുവരെ പെണ്ണ് കെട്ടാത്തത്. ആ, സ്ഥിരം വണ്ടി അടിച്ചു മാറ്റുന്ന ഒരുത്തനെ ഇന്നലെ നൈറ്റ് പെട്രോളുകാർ പൊക്കിയിട്ടുണ്ട്. കേസ് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. നീ നാളെ വന്ന് സ്കൂട്ടർ കൊണ്ടുപോയിക്കോ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുക. കാണാം. ഓക്കെ. അല്ല, നീ ആ ലേഡിയെ കണ്ടോ? ഏത് ലേഡി? ആ ഹോട്ടലിൽ മരിച്ച. ഓ, അതോ? ആ ഹോട്ടൽ എന്റെ സ്റ്റേഷൻ ലിമിറ്റിലല്ല, 40-40 കിലോമീറ്റർ ദൂരെയാ. അപ്പോ നിനക്കിടപെടേണ്ടി വരില്ല അല്ലേ? ആ, ഒന്നും പറയാൻ പറ്റില്ല അളിയ. ഈ പറയുന്ന കാമുകം തേണ്ടി ഇവിടെ വല്ലോളാണെങ്കിൽ എനിക്ക് പണിയാവും. അപ്പൊ ശരി, ബൈ, ടേക്ക് കെയർ. ബൈ.
ഒരു കൊറിയറുണ്ട്, ഇന്നലെ വന്നതാ. ഹലോ. ഹലോ ആൽബി. ഈ ശബ്ദം ആൽബിക്ക് പരിചയം കാണില്ല. പക്ഷെ ഇനി മുതൽ പരിചയപ്പെട്ട ശബ്ദങ്ങളിൽ വെച്ച് നിനക്ക് ഏറ്റവും പരിചിതമായിരിക്കും ഈ ശബ്ദം. കാരണം ഇനി ഈ ശബ്ദമാണ് നിന്റെ നാവിഗേറ്റർ. തനത് കളിപ്പിക്ക? യെസ്, ഇനി നിന്നെ ഞാൻ കളിപ്പിക്കാൻ പോവുക. ഇനി മുതൽ ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കൂ. യു ആർ ഗോയിങ് ടു ബി മൈ മോസ്റ്റ് ഒബീഡിയന്റ് ഡോഗ്. വാട്ട് യു മീൻ? ചൂടായല്ലേ? കൂൾ ഡൗൺ. ഇപ്പോൾ നിനക്കൊരു കൊറിയർ കിട്ടിയില്ലേ? അത് നിന്റെ മുൻപിൽ തന്നെ ഉണ്ട്. എ ബ്ലൂ പാക്കറ്റ്. ഉണ്ട്. അതിന് ഇനിയാണ് ട്വിസ്റ്റ്. നീ ആ കവർ തുറക്ക് ആൻഡ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് കോൾ. ഹലോ. ഏതൊരാണിനും കണക്ക് രണ്ട് പെണ്ണ. ആ ഒരു കണക്കിലാണ് ഏതൊരാണും ട്രാപ്പായി പോകുന്നത്. ഒന്നും വേണ്ടായിരുന്നു എന്ന് നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് ഇറ്റ്സ് ലേറ്റ് നൗ. കാലത്ത് 10:30 ഞാൻ നിന്നെ വിളിച്ച ആ ലോക്കൽ കോൾ ഒരു ഗെയിമിന്റെ തുടക്കമാണ്. ആ ഗെയിം എന്താണെന്നല്ലേ? ഐ വിൽ ടെൽ യു. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് കോൾ. ഹലോ. ആൽബി, ഇന്ന് മുംതാസിന്റെ വീട്ടിൽ പോകുന്ന കാര്യം മറക്കല്ലേ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ കുറച്ച് തിരക്കില്ല. ഹലോ. എന്റെ ശബ്ദത്തിന്റെ പുതിയ ആരാധകനാണ് ആൽബി. അതുകൊണ്ടല്ലേ എന്റെ കോളിനായി കാത്തിരുന്നത്. ഹു ആർ യു? ഒറ്റ വാക്കിൽ പറയാം, പാപത്തിന്റെ കച്ചവടക്കാരൻ. നിമ്മയുടെ മർഡറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. പ്രോമിസ്, ഐ സ്വേ. പ്രോമിസ് ലംഘനമാണ് വാഗ്ദാനം. അൺട്രസ്റ്റ്, അൺഫെയ്ത്ത്ഫുൾനെസ്, ഇവയൊക്കെ എന്റെ വിശ്വാസങ്ങളും. എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ മുന്നിൽ കുരിശു വരച്ച് തിരുനാട്ടിയ മെഴുകുതിരിയാണ് നീ. മൈ ഹോളി കാൻഡിൽ. ഇറ്റ്സ് എ ഗെയിം, എ ഹോളി ഗെയിം. ദൈവത്തിന്റെ തിരുമുമ്പിലെ ആ ഹോളി കാൻഡിൽ എരിഞ്ഞമരുന്ന നിമിഷങ്ങൾ മാത്രമേ ഇനി നിനക്കുള്ളൂ. ആൻഡ് ദ ഗെയിം സ്റ്റാർട്ട്സ് നൗ. ഇതുപോലൊരു CD നിന്റെ വീട്ടിൽ കൊറിയറായി എത്തും 15 മിനിറ്റിനുള്ളിൽ. അതിനുള്ളിൽ ചെന്നാൽ നിനക്കത് തടയാം. സോ യു ഹാവ് 15 minutes left to live. എനിക്ക് വണ്ടി ഒന്ന് എടുത്തോ. താങ്ക്സ്.
കൊറിയർ ഉണ്ടല്ലേ? ആൽബി, ഞാൻ ആൽബി. താങ്ക് യു. ശരി. ഇത് ആരിത്? ആ, ഇവിടെ ഒളിച്ച് നിൽക്കുമായിരുന്നല്ലേ? അല്ലേലും എനിക്കറിയായിരുന്നു എന്തായാലും എത്ര തിരക്കാണേലും ആൽബി എത്തുമെന്ന്. പക്ഷെ ഇതെന്ത് കോലുവാടാ! അയ്യോ, ആകെപ്പാടെ കരിഞ്ഞുണങ്ങി. ട്രാഫിക് ട്രാഫിക്. എന്നാ പോവാം. എവിടേക്ക്? എവിടേക്കെന്നോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോഴേക്കും മറന്നോ? മുംതാസിന്റെ വീട്ടിലേക്ക്. മുംതാസിന്റെ വീട്ടിലേക്ക്? എന്നാ വാ, ഇങ്ങനൊരു സാധനം വാ. ഞാനും പോയി ഫ്രഷ് ആവാം. വാ ആൽബി, വേഗം റെഡിയാവാം. റെഡിയാവാം. ആൽബി, ഇതിനകത്ത് ഏതാ നല്ലത്? നിനക്ക് ഏതും ചേരും. ഓ ചുമ്മാ പറ, ഏതാ നല്ലത്? ഇത്. ഇതോ? ചേരുവോ? ചേരും. നമുക്ക് പോണ്ടേ? നീ വേഗം പോണം. ആൽബി, just 2 minutes. നീ വേഗം റെഡിയാവ്. ഗൈസ്, നമ്മുടെ സിരാൻ മോഡലിന്റെ സെയിലിൽ നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അടുത്ത ആഴ്ചയോട് കൂടി ന്യൂ കൊമേഴ്ഷ്യൽസ് എത്തും. സെയിൽ പോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മറ്റൊരു ഏരിയ നമ്മുടെ സർവീസ് ആണ്. സർവീസിൽ എത്തുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ആറ്റിറ്റ്യൂഡ് ഇസ് an important thing. So, everything clear? Yes, ma'am. Okay, guys, let's get back to work. Hello? Yes? Please hold on. Albi? Here. Me? You have an urgent call. ആരാ? I don't know. It's an unknown number. ഹലോ. ആൽബിക്ക് എന്ത് തരം കോഫിയാണ് ഇഷ്ടം? ഐറിഷ്, ഇറ്റാലിയൻ? ഞാൻ ബ്ലാക്കിന്റെ ആളാണ്. ഐ ഹാവ് ആൻ ഐഡിയ. ആൽബി, ഓഫീസിലെ കോഫി മേക്കറിന്റെ അടുത്തേക്ക് ഒന്ന് പോകും ആൻഡ് മേക്ക് എ കപ്പ് ഓഫ് കോഫി ഫോർ മീ. ആരാണെന്നോ എന്താണെന്നോ അറിയിക്കാതെ നീ നടത്തുന്ന ഈ കാര്യമല്ലോ. ഒരു വാക്കും റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. യു ഗോട്ട് മീ? One cup of black coffee. With some pepper. ഇനി കുറച്ച് ലൈമാകാം. But half make me full. Coffee ready. ഇനി ഒരു സിപ്പ്. Come on. Enjoy it. Hot and spicy അല്ലേ? Day after tomorrow when we meet, ഇതിലും നല്ലൊരു കോഫി ഞാൻ ഉണ്ടാക്കി തരും. ആ കൂടിക്കാഴ്ചയ്ക്ക് വരുമ്പോൾ ആൽബി എനിക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവരണം. എന്താണെന്നല്ലേ പറയാം. ഇല്ല, ഞാനത് ചെയ്യില്ല. ഐ നെവർ ഡു ദാറ്റ്. ഓക്കേ, ദെൻ ആ ദൃശ്യങ്ങൾ ഇനി നിനക്ക് യൂട്യൂബിൽ കാണാം. നാളെ ലോകം സെർച്ച് ചെയ്യുന്ന സ്കാൻഡൽ വീഡിയോസിന്റെ ലിസ്റ്റിൽ നീയും ഉണ്ടാകും. പിന്നെ കുടുങ്ങുന്നത് നീ മാത്രമാകില്ല. ആൻ, അവളുടെ പാസ്പോർട്ട് ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഇതിൽ ആനും ഇൻവോൾവ് ആവും. നാളത്തെ കുർബാനയ്ക്കുള്ള 2 മെഴുകുതിരികൾ അവൾക്കുള്ളതാണ്. ഇതാണ് ടെക്നോളജി അഡ്വാൻസ് ആയതിന്റെ ഗുണം. പ്രസിഡന്റ് ബറാക് ഒബാമ പോലും മുട്ടടിച്ചു പോകുന്നത് 2000 രൂപ മാത്രം വില വരുന്ന ഈ ഒളി ക്യാമറയ്ക്ക് മുന്നില. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. യുവർ ക്ലോക്ക് ടിക്സ് നൗ. ഓക്കേ, ഓക്കേ. I'll do it. I'll do it.
സ്മൂത്ത് ആയിട്ട് പോകുന്നില്ലേ? പിന്നെ വരണം. ഇരിക്കടാ. എന്താണ് അണ്ണന്റെ സന്നിധാനത്തിലേക്കുള്ള ആഗമനോദ്ദേശം? ഇങ്ങനെ പോയാൽ ഈ സ്റ്റേഷൻ വൈകാതെ തന്നെ ഒരു ലേബർ റൂം ആകും. പുറത്തു പോകുന്ന ലേഡി കോൺസ്റ്റബിൾസിനെ കണ്ടല്ലോ. നിന്റെ സ്റ്റേഷൻ എന്താ ലേഡീസ് ഒള്ളിയാ? അളിയ, അതൊരു സൈക്കോളജിയാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. സൈക്കോളജി ഒടുവിൽ ഗൈനക്കോളജി ആവരുത്. ആ പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്കൊരു പ്രൊമോഷൻ എത്തും. അത് കലക്കി. ഈ സന്തോഷത്തിന് ദയവ് ചെയ്ത് നമ്മൾ കുടിക്കരുത്. പിന്നെ എടാ, നമ്മൾ കുളിക്കണം, കേട്ടിട്ടില്ലേ? മദ്യസ്നാനം. പക്ഷേ എല്ലാം നിന്റെ വീട്ടില് ആൻ വീട്ടിലുണ്ട്. അതാ കഷ്ടം. ആ ജയനെ വസുനെ ഞാൻ വിളിച്ച് പറയാം. അപ്പോ വൈകിട്ട് മദ്യസ്നാനം. ഓക്കെ ഓക്കെ, ഡൺ ഡൺ. ഓക്കെ ശരിടാ. KPCയുടെ യുവജന നേതാവ് എന്ന നിലയിൽ മദ്യനിരോധനത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ രാജ്യം നേരിടുന്ന മഹാവിപത്താണ് മദ്യം. സമ്പൂർണ്ണ മദ്യനിരോധനം, അതാണ് എന്റെ ലക്ഷ്യം. സത്യത്തിൽ ഈ മദ്യം എന്ന് പറയുന്ന ലഹരി നമ്മുടെ പുതിയ തലമുറയെ അക്ഷരാർത്ഥത്തിൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനെതിരെ KPC നടത്താൻ പോകുന്ന സമ്പൂർണ്ണ മദ്യനിരോധന പ്രക്ഷോഭമാണ് വരുന്ന ആളുകളിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. താങ്ക് യു ജയശങ്കർ. KPCയുടെ ഓഫീസിൽ നിന്നും ക്യാമറാമാൻ ബിനുരാജിനോടൊപ്പം നീക്കുക. ഓ, ഒരു വികാരമില്ലാത്ത ഈ മുഖമായിട്ട് എങ്ങനെ ഇരിക്കാൻ? നീ ആരാടാ, നമ്മുടെ പ്രധാനമന്ത്രിയോ? അതല്ലളിയ, 2 എണ്ണം വിട്ടതേ ഉള്ളൂ. മലദ്വാരം മുതൽ തലമണ്ട വരെ കത്തിപ്പോയി. ആൽബി ഒരെണ്ണം കൂടെ ഒഴിച്ചേ. സാധനം ക്യൂബയാ, ക്യൂബ. എടാ, തൃക്കാക്കര അപ്പന്റെ നടേന്ന് ത്രിമധുരവും കഴിച്ച് തിരുനെറ്റിയിൽ ചന്ദനവും തൊട്ട് പരിശുദ്ധമായ ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിന്ന് മദ്യവും വാങ്ങി കഴിച്ച് എന്നിട്ട് വാളും വെച്ച് അതിൽ ഈ അക്ഷരമാല എഴുതി കളിക്കുന്നതിന്റെ സുഖം മോനെ റോയി, നിന്റെ ഈ 4 ലിക്കർ കളക്ഷനിലെ മദ്യം കഴിച്ചാൽ അത് കിട്ടില്ലടാ. ഈ കൊള്ളാം. 2 അടിച്ചപ്പോ തീറി, 6 അടിച്ചപ്പോ മാറി. ബ്രദേഴ്സ് യൂറിൻ പാസ് യൂറിൻ പോവാനല്ലേ, ഫോറിനിൽ പോവാനൊന്നല്ലോ. ലോറി പോകാതിരുന്നാ മതിയായിരുന്നു. എനിക്കൊരു സംശയം, ഇത് തലവേദനയ്ക്കുള്ള ഗുളി തന്നെയല്ലേ? ഇത് കഴിച്ചാ വയറ്റിലോട്ടല്ലേ പോകുന്നത്? പിന്നെ എങ്ങനെയാ തലവേദന മാറുന്നത്? നീ അത് പൊട്ടിച്ച് തല്ലേ തെച്ചോടാ. പിന്നെ സമയം കിട്ടുമ്പോ നാളെ പാർട്ടിയുടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്. ഡൽഹി നാക്കനും പോലും നമ്മുടെ രാജ്യം കുറച്ചെങ്കിലും മിച്ചം വെച്ചേക്കണേ. അപ്പൊ ശിവരാത്രി ഞാൻ ഉറങ്ങുന്നു. നീ വരുന്നില്ലേ? ഇല്ല, പോയിക്കോ. അയ്യോ, പുഴ നീന്തി ഇന്ന് ഞാനും റോയി അളിയനൂടെ കിടക്ക പങ്കിടാൻ തീരുമാനിച്ചു. അവനാണെങ്കിൽ അവിവാഹിതൻ, അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്, പോരാത്തതിന് വെള്ളം, അവന്റെ കൂടെ തന്നെ ഇന്ന് തന്നെ കിടക്കണം. പിന്നെ ഛർദിക്കുക പിടിക്കുകയൊക്കെ ചെയ്താ നമ്മളെ പറയായിരുന്നാ മതിയേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ലേ? ഗുഡ് നൈറ്റ്. വേണ്ടായിരുന്നേ. നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാടാ. വേണ്ടടാ, ഞാൻ സ്കൂട്ടറിലായിരുന്നു. എന്നപ്പോ
പതുക്കെ സൂക്ഷിച്ചിറങ്ങി. ഹലോ വാട്ട് സർ, പുലർച്ചെ പത്രമട പോയ പയ്യനാ ആദ്യം കണ്ടത്. അവൻ അപ്പം തന്നെ ഇൻഫോം ചെയ്തു. ഇവനെ കൊല്ലാൻ മാത്രം ആരായിരിക്കൂടാ. ഹലോ ഹലോ റോയ്. ഹലോ. ഇപ്പോൾ നിന്റെ മെസ്സഞ്ചറാണ് ഞാൻ. നിന്റെ സുഹൃത്തിന്റെ മരണം അറിയിച്ചതും നിന്റെ ഗണ്ണ് കാണാതായി എന്ന് പറയുകയും ചെയ്ത നിന്റെ മെസ്സഞ്ചർ. ഇനി നീ കേൾക്കാൻ പോകുന്നത് നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒന്നാണ്. 4 ബുള്ളറ്റുകളുള്ള നിന്റെ പിസ്റ്റളിൽ അവശേഷിക്കുന്നത് ഇനി 3 ബുള്ളറ്റ്. എവിഡൻസ് പ്രകാരം ജയശങ്കറിന്റെ ജീവനെടുത്തത് ഒരൊറ്റ ബുള്ളറ്റ്. .94. ദാറ്റ്സ് ഫ്രം യുവർ ഗൺ. ഈ വിവരം ലോകമറിഞ്ഞാൽ തീരുമാനിക്കേണ്ടത് നീയാണ്. നീ മാത്രം. ഹലോ എന്റെ സർവീസ് ഗൺ മിസ്സായി. എന്നിട്ട് അത് മാത്രമല്ല വിഷയം. നമ്മുടെ ജയശങ്കറിനേറ്റ ഗൺ ഷോട്ട് എന്റെ തോക്കിൽ നിന്നായിരുന്നു. എന്നെ കൊടുക്കാൻ ഏതൊരു ബാസ്റ്റഡ് ചെയ്ത പണിയാ. ഒരു അൺനോൺ നമ്പർ. അതിൽ നിന്നാ ഈ കളി കളിക്കുന്നത്. ആ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ല. ഇത് നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. എങ്കിൽ ഞാൻ കുടുങ്ങും. ഞാൻ ആ എവിഡൻസിൽ നിന്നും എന്റെ ബുള്ളറ്റ് മാറ്റിയിട്ടുണ്ട്. പകരം മറ്റൊരു ബുള്ളറ്റ് വെച്ചു. ആരോ എനിക്ക് പുറകിലുണ്ട്. എന്റെ ഓരോ മൂമെന്റ്സും അവന്റെ കൺമുന്നിലുണ്ട്. കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകം വളരെ ചൂടേറിയ വിഷയമായി മാറിയിരിക്കുകയാണ്. യുവജന നേതാവും KCPയുടെ ഭാവി മധ്യ തിരുവിതാംകൂർ സ്ഥാനാർത്ഥിയുമായ ജയശങ്കറുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പോലീസ് ഗുഡ് നൈറ്റ്. നാടിനെ നടുക്കിയ ഈ വാർത്തയെക്കുറിച്ച് കമ്മീഷണർ ജോർജ് കോശിയുടെ വാക്കുകളിലേക്ക്. ഇതൊരു പ്ലാൻഡ് മർഡറാണ്. വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള ഗൺഷോട്ടായിരുന്നു മരണകാരണം. ദാറ്റ് മീൻസ് ജയശങ്കറിന് നല്ല പരിചയമാണ്. അയാളാകണം ഈ കൊല ചെയ്തത്. ബുള്ളറ്റ് കൊണ്ടതും അദ്ദേഹം ആ സ്പോട്ടിൽ മരിക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ കൊലപാതകമാണോ ഇതെന്ന് പോലീസ് സംശയിക്കുന്നു. ആ രീതിയിലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്.
പല മുതിർന്ന നേതാക്കളെയും എന്തു തന്നെയായാലും വളരെ പെട്ടെന്ന് തന്നെ ശരിക്കും പ്രതികളെ കണ്ടെത്താനാവുന്നതാണ്. വാർത്തയിലേക്ക് സ്വാഗതം. നല്ല ചീര നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളക്കൂറുള്ള മണ്ണിൽ ചാമ്പലും ചാണകവും ചേർന്നുള്ള മിശ്രിതമാണ് ഏറ്റവും നല്ലത്. വെള്ളം നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശക്തിയായി ചീരയുടെ വേരിന് വലിയ കേടുകൾ ഉണ്ടാകാൻ. സാർ ഇയാളെ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ. സാറേ, ആ റേഡിയോ എന്റേതാ. തെളിവ് നശിപ്പിക്കരുതെന്ന് കരുതി അത് മാറ്റാത്തത്. എന്തോ നിലവിളി കേട്ട് ഞാൻ ഓടി വന്നതാ. അപ്പോഴാ വസു സാർ ഇങ്ങനെ. ഹലോ, ഇറ്റ്സ് ഹിം അഗൈൻ. വസുവിനെ ഷൂട്ട് ചെയ്ത് എന്റെ അതേ തോക്കൊണ്ടാണെന്ന്. ഇനി എന്ത് ചെയ്യും? ഐ ഡോണ്ട് നോ. Maybe the next target will be you or me. യുവജന നേതാവ് ജയശങ്കറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണവും ചർച്ചകളും നിലനിൽക്കവേ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക്. ജയശങ്കറിന്റെ ഉറ്റ സുഹൃത്തും ഹോട്ടൽ വ്യവസായിയുമായ വസു എന്ന വസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വൈകിട്ട് 7 മണിയോടുകൂടി വെടിയേറ്റു മരിച്ചു. ഒരേ ദിവസം സംഭവിച്ച ഈ 2 കൊലപാതകങ്ങളും തമ്മിൽ വളരെയേറെ സാദൃശ്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് 2 കൊലപാതകങ്ങൾക്കും പിന്നിൽ ഒരാൾ തന്നെ ആയിരിക്കും എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. God. സർ, വസുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് എവിഡൻസ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്രായില്ലേ? തമ്പിക്കോ. ശരി സർ. ഞങ്ങൾക്കൊരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ജയശങ്കർ മരിച്ചത് തന്റെ തോക്കുകൊണ്ടാണെന്നും എവിഡൻസ് ആയി കിട്ടിയ ബുള്ളറ്റ് താനാണ് മാറ്റിയതെന്നും. ഇൻഫർമേഷൻ കിട്ടിയത് മുതൽ വി വർ ജസ്റ്റ് ബിഹൈൻഡ് യു. സർ പ്ലീസ്, ഐ കൻ എക്സ്പ്ലെയിൻ.
എന്റെ ഗണ്ണ് സത്യത്തിൽ മിസ്സിംഗ് സാർ സർ ഇറ്റ്സ് മൈ ഗൺ. ഇത് എവിടെ നിന്ന് കിട്ടി? ഡോണ്ട് പ്ലേ ടു മച്ച്. ഇത് തന്റെ ജീപ്പിൽ നിന്ന് കിട്ടിയതാ. സർ പക്ഷേ എന്റെ ഗണ്ണ്. ടേക്ക് ഹിം. സാറേ സാറേ രാവിലെ 8 മണിയായി സാറേ. ഇന്നലെ രാത്രി സാറ് ഭയങ്കര ഫിറ്റായിരുന്നു. അതാ പിന്നെ രാത്രി ഇന്നലെ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയത്. ഞാനൊന്ന് മോഹം കഴിയിട്ട് വരാം. അപ്പൊ സാറ് വീട്ടിൽ പോണില്ലേ? ആ പോണം. അതിനും എനിക്ക് ഒന്നുകൂടെ വേണം. ആ ശരി. പെട്രോൾ വിലയിൽ വീണ്ടും വർധനയുണ്ടാകുമെന്ന് സൂചന. കേരളത്തിൽ പ്രധാനമന്ത്രി വന്നുപോയതിന് തൊട്ടു പിന്നാലെയുണ്ടായ വില വർധനവ് കേരളത്തിലെ ജനങ്ങൾക്ക് പാർട്ടിയുടെ മേലുണ്ടായിരുന്ന വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭയിൽ വീണ്ടും അഴിച്ചുപണിക്ക് സാധ്യത. പൊതുമുഖങ്ങൾ ഹലോ ആൻഡ് പ്ലീസ്, നീ ആ സീഡിലുള്ളതൊന്നും വിശ്വസിക്കരുത്. ഞാൻ നിന്നോടെല്ലാം പറയാൻ തുടങ്ങായിരുന്നു. ഈ കുമ്പസാരം കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ ആൽബി. ഞാൻ പോവുക. ആ സീഡി ഞാൻ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല. അത് ഞാൻ ആൽബിക്ക് തരുന്നവർ ഒരു ഔദാര്യം മാത്രമാ. ബൈ. നഗരത്തെ മുൾമുനയിൽ നിർത്തിയ യുവജന നേതാവ് ജയശങ്കറിന്റെയും ഹോട്ടൽ വ്യവസായി വസു എന്ന വസുദേവൻ നമ്പൂതിരിയുടെയും കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആൽബിടി ഒന്നും മിണ്ടാൻ നിൽക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. ഇരുവരുടെയും ഉറ്റച്ചങ്ങാതിയും സബ് ഇൻസ്പെക്ടറുമായ റോയ് തോമസിന് ഈ കൊലപാതകവുമായി ബന്ധമുളവാകുന്ന വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ ഇന്ന് പുലർച്ചെ 2:30 അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യലിന് പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയ റോയിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. റോയ് സർ പ്ലീസ് ഒന്ന്. എടാ സത്യത്തിൽ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. എടാ സത്യത്തിൽ ഇതിനെല്ലാം കാരണം അന്ന് നിന്റെ തോക്ക്. ആ തോക്ക് അതാ എനിക്ക് മനസ്സിലാവാത്ത. ആ തോക്ക് അന്ന് രാത്രി ആരാ എടുത്തിരിക്കുക? അതല്ല, ഒരിക്കലും ഒരു അൺനോൺ നമ്പർ. ആ അൺനോൺ നമ്പർ അവൻ ഇതെല്ലാം ചെയ്യുന്നു. നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്റെ വക്കീല് ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. നീ എന്റെ വീട്ടിൽ ചെന്ന് അലമാരെന്ന് കുറച്ച് കാശ് എടുക്കണം. വക്കീലിന് കൊടുക്കാനാ. വീടിന്റെ താക്കോല് ഡോറിന് മുകളിൽ വെച്ചിട്ടുണ്ട്. നീ ചെയ്തു തരണം. സർ
വെൽക്കം ആൽബി. ഞാൻ വാക്ക് പാലിച്ചു. നിന്നോട് പറഞ്ഞതുപോലെ ഇന്നത്തെ കൂടിക്കാഴ്ച. ഇന്നലെ വരെ നീ വേട്ടയാടപ്പെടുകയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മുന്നിൽ നീ ഇരയെ കണ്ട വേട്ടക്കാരനാണ്. എനിക്ക് വേണ്ടത് കുറച്ച് സാവകാശമാണ്. എന്റെ വാക്കുകൾ കേൾക്കുവാനുള്ള സാവകാശം. ഈ ഗണ്ണും എന്റെ ഈ പാതി ശരീരവും മതി ഇപ്പൊ നിന്നെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ. ഏതൊരാണും അവന്റെ പെണ്ണിന് ചാർത്തി നൽകുന്നൊരു സത്യമുണ്ട്, മിന്ന് എന്ന സത്യം. പക്ഷേ ആ ഇത്തിരി പൊന്നുരുകി ചെമ്പാകാൻ അധിക സമയമൊന്നും വേണ്ട. മറ്റൊരു പെണ്ണ് വിചാരിച്ചാൽ മാത്രം മതി. നിനക്ക് സംഭവിച്ച അത് തന്നെയാണ് ആൽബി. മനം മയക്കുന്ന ഒരു പെണ്ണിന് മുന്നിൽ മയങ്ങിപ്പോയ നിന്റെ മനസ്സ്. അതായിരുന്നു എന്റെ ട്രംപ് കാർഡ്. എന്റെ വാക്കുകൾക്കനുസരിച്ച് നീ കളിച്ച നാടകത്തില് നിനക്കും നിമ്മിക്കും കൂടാതെ മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ടായിരുന്നു. ഗൗതം, വിഷ്ണു, നിമ്മിയുടെ ഇല്ലാത്ത ഭർത്താവ്. യഥാർത്ഥത്തിൽ ഇത് ഗൗതം. നിന്നെ കൊടുക്കാൻ ഞങ്ങൾക്ക് നിമ്മിയിലും മികച്ച മറ്റൊരാളുണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ കാർ പിക്ക് ചെയ്തിട്ട് വരാം. ഞാൻ ഇപ്പൊ എത്തും. ആൽബി, എനിക്ക് നിന്നെ അർജന്റായി കാണണം. നീ എവിടെയാ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഇവിടെ കുറച്ചകലെ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഹലോ, നീ എവിടെയാ? ടാക്സി ഡ്രൈവർ നിങ്ങളെ സെറ്റ് ചെയ്ത ഹോട്ടലിലെത്തിക്കും. ഹോട്ടലിലെ റൂം ബോയ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഭക്ഷണ പാക്കറ്റിൽ റെഡ് പാക്കറ്റ് ആൽബി കൊടുക്കണം. അതിൽ റേപ്പ് ഡ്രഗ് ഉണ്ട്. അത് കഴിച്ചാൽ മിനിറ്റുകൾക്കകം അവൻ മയങ്ങി വീഴും. ഗൗതം, കം. എല്ലാം ഓക്കെ അല്ലേ? ഡ്രഗിന്റെ എഫക്ട് 7 മണിക്കൂറുണ്ട്. സോ ഹി വിൽ ഗെറ്റ് അപ്പ് എനി ടൈം. ഓരോ കാലത്തും ഓരോ വേഷത്തിലെത്തി അവൾ എന്നെ ചതിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ അവളോട് ചെയ്തത്? ഒരു വലിയ കള്ളം. അതായിരുന്നു ഞങ്ങളുടെ സത്യം, ഞങ്ങളുടെ മാത്രം സത്യം. ആ സത്യം നിനക്കറിയണ്ടേ? കോളേജിലെ അവസാന ദിവസം കഴിഞ്ഞുള്ള ആ യാത്ര നിനക്ക് ഓർമ്മയുണ്ടോ? ബൈ. ഇതെന്താളെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ? വാ, മൂഡ് ഔട്ടൊക്കെ മാറ്റി തരാം. കേറ്. നമ്മളല്ല പറയണ, വാ കേറ്. ചില്ലങ്ങ ഞാൻ ആ കോളേജിലെ പാടിക്കും അളിയ
അളിയൻ അവളെ വിട്ടു പോകുന്നതിന്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട്. അവൻ ഓരോ വെക്കേഷനിലും വീട്ടിലേക്ക് പോകുമ്പോ ഓരോരോ മൂഡ് ഓഫാ. രമ്യ, മറിയ, മീര മൂഡ് ഓഫ് ആകാൻ ഓരോരോ കാരണങ്ങൾ. ഇതങ്ങനൊന്നും അല്ല, വളരെ സീരിയസ് ആ. നിനക്ക് കുറിച്ച് ശീലമില്ലാത്ത ബോറാക്കല്ലേ. നീ പോടാ. അവന്റെ മനോവിഷമം കൊണ്ടല്ലേ നീ കുടിയതാ. കുടിച്ചോടാ. പുറയിലെടുത്ത് അങ്ങോട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ടേ. എന്തോന്നാണ് ഇവൻ എന്റെ വല്ലതും വാങ്ങിക്കും. ഇവൻ കുറെ നേരമായിട്ട് നമ്മളെ ശല്യപ്പെടുത്തുവന്നു. അവൻ റോയിനെ ഇത് മേടിച്ച് അടങ്ങുള്ളൂ. നേരെ ഒന്നുമില്ല. എടാ വസു, അവനെ പിടിച്ച് കിടത്ത്. ഞാൻ കിടന്നു. തുടങ്ങാതെ എന്നാ പിന്നെ ഈ അണ്ണാച്ചിയെ ഓവർടേക്ക് ചെയ്ത് അണ്ണാച്ചി ഹലോ ഹലോ, ഇവിടെ ക്ലിയർ ആവുന്നില്ല. ഹലോ, അതെ. ഹലോ, എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി. ഹലോ ഹലോ, ഇവിടെ റേഞ്ച് ഇല്ല. ഹലോ എന്ത് പറ്റിയടോ? ഒന്നും പറയണ്ടടാ, കാറ് കേടായി. ഡ്രൈവർ ആണെങ്കിൽ വർക്ക്ഷോപ്പുകാരനെ തപ്പിപ്പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തെങ്ങും അയാള് വരുമെന്ന്. എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. എന്നെ ഒന്ന് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യും. തീർച്ചയായിട്ടും. അപ്പൊ ഈ കാർ എന്താടാ അത്? ഒന്നുമില്ല. കഷ്ടം. ഹലോ ആൽബി. ഉറങ്ങുവാ. ഹലോ. സാറ് നേരത്തെ ഓഫാണല്ലേ? ഒരു മിനിറ്റ്, ഞാൻ വെച്ചോളാം. ബെസ്റ്റ് ആൾക്കാർ. വണ്ടി വീട്ടിലേക്ക് തന്നെ എത്തും. ആർക്കറിയാം? അല്ല, അപ്പൊ ഈ കാർ ആരെടുക്കും? അത് ഡ്രൈവർ വന്നെടുത്തോളൂ. ജയ, അകത്ത് കയറി ഇരിക്കണം. ஹலோ பெருமாடி, 4 பசங்க நல்ல ஃபிட்டா இருக்கு. உள்ள நல்லொரு ஃபிகர் இருக்கு. மிஸ் பண்ணாத. ശരി അണ്ണാ. എന്താ നിർത്തിയത്? ടൈം ഫോർ നേച്ചേഴ്സ് കോൾ. പോരാ. ഞാനും പറഞ്ഞോളാ. വരണമെങ്കിൽ വേണം. അളിയ ഞാനും വരുന്നു. വാട്ടർ സ്കാസിറ്റി ഉള്ള കാലാ. ഓ ആൽബി, നിനക്കുള്ള പനിഷ്മെന്റ് ഉണർന്നിട്ട്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇവിടെ റേഞ്ച് ഇല്ല. ഹലോ ഹലോ, ഞാനിപ്പോ ഹലോ. What happened? ആരെ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു? മുഖത്ത് മാസ്ക് വെച്ചോരാ. ആരാന്നറിയില്ല. നമ്മുടെ ജയശങ്കരൻ. ഞാൻ വരാം, നമുക്ക് പോയി നോക്കാം. നീ അങ്ങോട്ട് വരണ്ട. നീ എന്താ ഈ പറയണേ? നമുക്ക് പോയി നോക്കാം. പ്ലീസ് നിമി, ഫോൺ നിമി പ്ലീസ്. ജയ 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 അയ്യോ വന്നു, നിനക്ക് എന്ത് പറ്റിയടാ? ഇവളൊക്കെ എന്തിനായി കൊണ്ടത്? കൊണ്ടിരുത്ത വണ്ടിയില് അവന്മാർ ഇവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ട്. റോയി 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 നീ എന്താ ഇങ്ങോട്ട് വന്ന്? നീ പോയി വണ്ടിയിലിരിക്കും. ആ സ്ട്രേഞ്ചേഴ്സ് ഇവിടെ എവിടെ ഉണ്ട്? അവൻ പറഞ്ഞത് പൊയ്ക്കോ. വസു, വസു.
അളിയാ ഇനി ഞാൻ പോവും. എടാ മാസ്ക് വെച്ചിട്ട് വേണം അവളുടെ അടുത്ത് പോവാൻ. ഇടയ്ക്കെങ്ങനെ അവൾക്ക് ബോധം വന്ന അവളുടെ വ്യൂ പോയിന്റിൽ അവളെ റേപ്പ് ചെയ്ത് മാസ്ക് വെച്ച് ചെയ്തു സ്ട്രേഞ്ചേഴ്സ്. കളിയന്റെ ഏതെങ്കിലും ഐഡിയ ഇന്ന് വരെ ഏക്കാതെ പോയിട്ടുണ്ടോ? നമ്മൾ ഇന്നലെ ഇന്നും തുടങ്ങിയാണോ ഈ കളി? അന്ന് കോളേജിലെ ഡ്രാമ മത്സരത്തിൽ സാറയ്ക്ക് പറ്റിയതും കോളേജിന്റെ ബാക്ക് യാർഡിൽ രമ്മിക്ക് പറ്റിയതും ഇന്നും മിസ്റ്ററിയാ. അവർക്കൊക്കെ ഇന്നും അതൊക്കെ മാസ്ക് ധരിച്ച സ്ട്രേഞ്ചേഴ്സിന്റെ അറ്റാക്ക്. എന്തിന് ഇത്രയും കാലം നമ്മുടെ കൂടെ നടന്ന ആൽബിക്ക് പോലും അറിയില്ല, പിന്നല്ലേ? ചെല്ലളിയ ഗോ ആൻഡ് ഹാവ് സം ഫൺ. ഈ മാസ്ക് കൊണ്ടുപോയിക്കോ. അളിയാ ഒന്നുകൂടെ പോയിട്ട് വരാം. അളിയ കൊള്ളാം. ഈ വയറും വെച്ചോണ്ട് അളിയ വയറിലൊന്നും ഒരു കാര്യമില്ലളിയാ. അല്ലളിയ അളിയൻ എന്താടാ അവള് ബ്രീത്ത് ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യൂടാ? റിലാക്സ്. എടാ ഇത് കേരള തമിഴ്നാട് ബോർഡറാ. ഇവിടുന്ന് 100 മീറ്റർ പോയാ കൊടും കാടാ. കടുവയും പുലിയൊക്കെ ഇറങ്ങുന്ന കാട്. ഇവളുടെ പൊടി പോലും ഇനി ആരും കാണില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടാവണം. എടാ നാളെ ആൽബി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എടാ ഒന്നും സംഭവിക്കില്ല. കാറിന്റെ റേഡിയേറ്റർ ഹോസ് കട്ട് ചെയ്ത് അവളെ വഴിയിലാക്കാനും ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് മിക്സ് ചെയ്ത് അവനെ ഈ അവസ്ഥയിലാക്കാനും നമുക്കറിയാമെങ്കിൽ ഇതും ഈസിയായി നമ്മൾ ഹാൻഡിൽ ചെയ്യും. എടാ നമ്മൾ പറയുന്നതിനപ്പുറം ആൽബിക്ക് ഒന്നുമില്ല. നിമ്മിക്ക് വേറൊരു അഫയർ ഉണ്ടായിരുന്നു. കല്യാണം ഇവിടെ നടക്കാൻ പോകുന്നു. വിശ്വാസത്തിനൊരു ഫേക്ക് കല്യാണക്കത്ത് അവന്റെ അഡ്രസ്സിലേക്ക് നമ്മൾ അയക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എടാ ഓക്കെ വാടാ. ഓക്കെ I won't believe this. No, I won't believe this. നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? നീ ഒരിക്കൽ സ്നേഹിച്ച നിന്റെ നിമ്മി ഇന്ന് നിനക്കൊരു ഓർമ്മ മാത്ര. എന്നാ ആ ഓർമ്മയാ എന്നെ ഇത്രയും കാലം ജീവിപ്പിച്ചത്. സ്വന്തം മകള് റേപ്പ് ചെയ്യപ്പെടുന്നത് വിറ്റ്നസ് ചെയ്യേണ്ടി വന്ന ബ്ലഡി ഹെൽപ്ലെസ് ഫാദറാണോ ഞാൻ? അവളുടെ ഫാദർ. നിമ്മിയുടെ ഫാദർ? അന്ന് നിമ്മിയുടെ ഫോണിന്റെ മറുതലക്കില് ഞാനായിരുന്നു. ഹലോ ഹലോ മോളെ. ഹലോ കേൾക്കുന്നുണ്ടോ? നീ പുറപ്പെട്ടായിരുന്നോ? ഹലോ ഹലോ നീ ഇപ്പൊ എവിടെയാ? ഹലോ വാട്ട് ഹാപ്പൻഡ്? ഹലോ ആരാന്നറിയില്ല. മോളെ അയ്യോ നിനക്ക് മോളെ ഹലോ. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? നീ പോയി വണ്ടിയിലിരിക്കെ.
ഈ മാസ്ക് കൊണ്ടുപോയിക്കോ. അളിയൻ എന്താണ് എന്നാടാ ഇത് കേരള ബോർഡർ, ഇവിടുന്ന് 100 മീറ്റർ കടുവയും ഇറങ്ങുന്ന കാട്. ഇവളുടെ ഒരു നോക്കുകൊണ്ട് പോലും അവളെ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കുമായിരുന്നില്ല. എന്നിട്ടും ശബ്ദം കൊണ്ട് കയ്യെത്തും ദൂരത്ത് അവൾ കരയുമ്പോൾ ഒരു കേൾവിക്കാരനാകാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. മൂന്ന് തവണ ബ്രേവറിക്കുള്ള അവാർഡ് നേടിയ ഒരു സോൾജറായിരുന്നു ഞാൻ. അരയിൽ ഗണ്ണും തിരികെ നാട് കാക്കുന്ന മേജർ ഗൗരിദാസിന് പക്ഷെ സ്വന്തം മകളെ രക്ഷിക്കാനായില്ല. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം കുഞ്ഞുനാൾ മുതൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനായിരുന്നു. ആൽബിയെ പരിചയപ്പെടും വരെ എന്നേക്കാൾ ഇഷ്ടമായിരുന്നോ അവൾക്ക് തന്നെ. കാട്ടിലെ ചെന്നായ്ക്കൾക്ക് എൻ്റെ മകളെ മിച്ചം വെച്ചിട്ട് പോയതിൻ്റെ സുഹൃത്തുക്കളെ ദൈവം ചതിക്കുകയായിരുന്നു. ஐயோ பாருடி, யாரோ கிடக்குறது. ஐயோ உயிர் இருக்குது. ഈ കുട്ടിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? விறகெடுக்க போற பொம்பளைங்க தான் இந்த பொண்ணை இங்க கொண்டு வந்தாங்க. கூட ஒரு செல்போனும் கொடுத்தாங்க. அதுல இருந்து கிடைச்ச நம்பரை தான் ஃபோன் பண்ணோம். பொண்ணோட அப்பா தான் ஃபோன் எடுத்தாங்க. விவரம் ஒன்றும் சொல்லல, எவ்வளவு சீக்கிரம் வர முடியுமோ வர சொன்னோம். டாக்டர், பொண்ணோட அப்பா வந்திருக்கு. മകളെ ഇവിടെ എത്തിക്കുമ്പോൾ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. എൻ്റെ മകൾക്കിപ്പോൾ ജീവനുണ്ടോയെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ലൈഫ് എന്നോട് 2 തവണ റിവെഞ്ച് കാണിച്ചു. ഒരിക്കൽ യുദ്ധത്തിൽ മൈനിന്റെ രൂപത്തിൽ വന്ന് എന്നെ ഒരു ഒറ്റക്കാരനാക്കിക്കൊണ്ട്, പിന്നീട് നിന്റെ ഫ്രണ്ട്സിലൂടെ എൻ്റെ മകളെ. ഇതൊക്കെ ഒരിക്കലെങ്കിലും എന്നെ അറിയിക്കാമായിരുന്നില്ലേ? ക്ഷണിച്ചത് ഞാനായിരുന്നു. എൻ്റെ മകൾക്ക് സംഭവിച്ചത് പുറം ലോകം അറിയരുതെന്ന് ഞാൻ തീരുമാനിച്ചു. പോകാവുന്നിടത്തോളം ദൂരം ഞാൻ അവളെ കൊണ്ടുപോയി. എത്ര ദൂരം താണ്ടിയാലും എത്ര നേരം കൺമുന്നിൽ നിന്ന് മാഞ്ഞാലും എൻ്റെ നിമ്മി ഇനി ഒരിക്കലും പഴയ നിമ്മിക്കുട്ടി അവരെ ഞാൻ തിരിച്ചറിഞ്ഞു. ആൽബിക്കറിയോ, അന്നങ്ങനെയൊക്കെ ഉണ്ടായ ശേഷം അവളൊരു മുറിയിൽ തന്നെ ആയിരുന്നു. 5 വർഷത്തോളം അവൾക്ക് കൂട്ടാ മുറിയായിരുന്നു. പക്ഷേ ഒരു ദിവസം അവൾ ആ മുറി വിട്ട് പുറത്തേക്ക് വന്നു. അവരാരെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അവരെ കൊല്ലണം. പിന്നീട് അവളുടെ ആ വാക്കുകളായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ അന്വേഷണം തുടങ്ങിയത് അവളുടെ കോളേജിൽ നിന്നായിരുന്നു. കോളേജിൽ നിമ്മി ചിലവിട്ട ഓരോ നിമിഷവും
ഓരോ ദിവസം പോലെ ഞാൻ പഠിച്ചു. അവൾക്കൊപ്പം കളിച്ചിരിച്ച മുഖങ്ങൾക്കൊപ്പം ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. ഇരുട്ടിനും മുഖംമൂടിക്കുമിടയിൽ മറഞ്ഞ ആ മുഖങ്ങൾ തിരയാൻ എനിക്കുണ്ടായിരുന്ന ഏകാശ്രയം ദൈവം മുഴുവിപ്പിക്കാൻ വിട്ടുപോയ ഒരു പിടി വാക്കുകളായിരുന്നു. ഇടയ്ക്കെങ്ങനെ അവൾക്ക് വന്ന അവള് മാസ്ക് ചെയ്തു. അവള് തീർന്നില്ല. ഇത് കേരള ബോർഡർ. ഇവിടുന്ന് 100 മീറ്റർ പോയ കാടാ. ഇവളുടെ നമ്മൾ ഇന്നലെ ഇന്നും അങ്ങനെയാണോ ഈ കളി? കോളേജിലെ താറയ്ക്ക് പറ്റിയത്. ഒടുവിൽ തിരിച്ചറിഞ്ഞു, ഞാൻ എഴുതി പൂർത്തിയാക്കിയത് വെറും വാക്കുകളല്ലെന്ന്. 23 വർഷക്കാലം ഞാൻ ഊട്ടി വളർത്തി വലുതാക്കിയ എൻ്റെ ചോരയുടെ നിറവും ഗന്ധവുമുള്ള ഒരു പിടി സത്യങ്ങളായിരുന്നു അത്. എൻ്റെ അന്വേഷണത്തിനൊപ്പം ആ രാത്രി നിമ്മിയുടെ സ്വബോധത്തിൽ നടന്ന കാര്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞതും കൂടിയായപ്പോൾ കണക്കുകൾ വ്യക്തം. ഞാൻ കൂട്ടിയ കണക്കുകളിൽ തെളിഞ്ഞത് 3 മുഖങ്ങളായിരുന്നു: റോയ്, വസു, ജയശങ്കർ. അവിടെ നിന്ന് ഞങ്ങളൊരു തിരക്കഥ രചിക്കുകയായിരുന്നു. പകയുടെ തിരക്കഥ. അതിലെനിക്ക് കൂട്ടായി ആർമിയിലെ എൻ്റെ ബഡി ഗൗതവും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗെയിം ഒരു വേട്ടയായിരുന്നു. പക്ഷേ ഇവിടെ ഇരയും വേട്ടക്കാരനും ഒരാൾ തന്നെയായിരുന്നു. അന്ന് വീട്ടിൽ കൊണ്ടിട്ട ഫേക്ക് പത്രവും ആ ദിവസം ഹോട്ടലിന് മുന്നിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോലീസും കൂടി ആയപ്പോൾ ആൽബി അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ എഴുതിയ തിരക്കഥയിലെ പുതിയ ആൽബിയായി മാറി. There the hunt begins. ഹലോ. ഇനി ആ ഗണ്ണുമായി നീ ഹോട്ടൽ സൺറൈസിനരികിലെത്തുക. അവിടെ ഒരു ടെലക്സ് ബോക്സ് ഉണ്ട്. ഗൺ അതിന് മുകളിൽ വെക്കുക. ഇതൊരു പ്ലാൻഡ് മർഡറാണ്. വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള ഗൺഷോട്ടായിരുന്നു മരണകാരണം. അയാളാകണം കൊലചെയ്തത്. ബുള്ളറ്റ് കൊണ്ടതും അദ്ദേഹം ആ സ്പോട്ടിൽ രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. പല മുതിർന്ന നേതാക്കളെയും ഇതുവരെയായാലും വളരെ പെട്ടെന്ന് തന്നെ ആ 3 ചർച്ചിനെ തീർക്കാൻ ഞങ്ങൾക്ക് 3 സെക്കൻഡ് മതിയായിരുന്നു. പക്ഷെ അവന്മാരിലേക്ക് സേഫ് ലാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് നിന്നിൽ കൂടിയേ കഴിയുമായിരുന്നുള്ളൂ. ഒരു ചെസ് ഗെയിം പോലെയായിരുന്നു ഈ ഗെയിമും. പക്ഷേ ഞങ്ങൾക്ക് ചലിക്കാൻ 64 കളങ്ങളില്ല, 24 മണിക്കൂറുകൾ മാത്രം. ഇന്ന് നിയമത്തിന് മുന്നിൽ എല്ലാത്തിനും ഉത്തരവാദി റോയ് മാത്രമാണ്. നിമ്മി ഇപ്പോൾ
തന്നെ ഇവിടെ എത്തിക്കുന്നതോടുകൂടി ഈ കഥയിൽ അവളുടെ റോള് കഴിഞ്ഞു. എല്ലാ ആൽബി അറിയിക്കണമെന്നും ഇനി ഒരിക്കലും ആൽബിയുടെ മുന്നിൽ വരില്ല എന്നുള്ളതും അവളുടെ തീരുമാനമാണ്. പക്ഷേ ആൽബിയും ആനും ഇനി എന്തോ അവളുടെ കൂടെ ഉണ്ടാവും. ഇത് എപ്പോ? അവൾ ആനെ കണ്ടിരുന്നു. ആനല്ലേ? ഐ എം നിമ്മി. You are very lucky to have her. സർ, ഈ കൈത്തടത്തിൽ എൻ്റെ മോളുടെ കൈവച്ച് തരണമെന്നുള്ള എൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഈ നെഞ്ചിലുണ്ടാവും അടുത്ത ജന്മത്തിലും. സോറി ആൽബി, സോറി ഫോർ എവറിത്തിങ്. ഇന്ന് ഓഫാ. ഒരു ഹണിമൂണാന്നൊക്കെ പറയാം. അതെന്തിനാ അറിയുന്നേ? ചുമ കൊളവാക്കാനാ? ചൂടുള്ള വാർത്ത. സബ് ഇൻസ്പെക്ടർ റോയ് ആത്മഹത്യ ചെയ്തു. സാറേ, പത്രം വേണോ? ചൂടുള്ള വാർത്ത. സബ് ഇൻസ്പെക്ടർ റോയ് ആത്മഹത്യ ചെയ്തു. ഇന്ന് നിയമത്തിന് മുന്നിൽ എല്ലാത്തിനും ഉത്തരവാദി റോയ് മാത്രമാണ്. എടാ, നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്റെ വക്കീല് ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. നീ എന്റെ വീട്ടിൽ ചെന്ന് അലമാരെന്ന് കുറച്ച് കാശ് എടുക്കണം. വക്കീലിന് കൊടുക്കാനാ. എനിക്ക് ജാമ്യം കിട്ടി. ഞാനിപ്പോ വീട്ടിലുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇത് നമുക്ക് ആഘോഷിക്കണ്ടേ? നീ തുടങ്ങിക്കോ. 2 എണ്ണം പിടിപ്പിക്കുമ്പോഴേക്കും ഞാനങ്ങ് എത്തിക്കോളാം. ഓക്കെ. ആർക്കാ കത്ത് പോസ്റ്റ് അതൊക്കെ പറയാം. വാ പോവാം. ലൈവിന് ടൈമായി. വിലാസമില്ലാത്ത കത്തോ? ഒരാശംസ നേരാൻ തീയതിയോ വിലാസമോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് കുറിച്ചൊരു തീയതിയും വിലാസവുമുണ്ട്. എൻ്റെ മനസ്സിൽ ആ തീയതി ഇന്നാണ്. എൻ്റെ ആൽബി നിമ്മിയെ ആദ്യമായി കണ്ട ദിവസം. അളന്നു നോക്കിയാൽ ആൽബിയോടുള്ള സ്നേഹത്തിൽ വളരെ പിന്നില ഞാനെന്ന് എനിക്കറിയാം. ഒരിക്കൽ എനിക്കു വേണ്ടി ആൽബി മറന്ന ആ മുഖത്തിന് ഇന്ന സ്ഥാനം എൻ്റെ മനസ്സിലാണ്. ആ മുഖം എന്നേലും വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. സ്വന്തം ആൻ.